തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഞങ്ങളുടെ വീട്ടിലെ ഓണം അടിപൊളിയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ മുതൽ ഓണപ്പാട്ടുകളുണ്ടാവും, പിന്നെ പരിപാടികൾ, അവിടെ ടി വിയിലെ പരിപാടികൾ അങ്ങനെ നടക്കും. എന്നാലും ഞങ്ങളുടെ വീട്ടില് അടുക്കള സൈഡിൽ എൻ്റെ അമ്മ ഒരു റേഡിയോ വെച്ചിട്ടുണ്ട് എപ്പോഴും. അല്ല, എല്ലാ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ എണീറ്റ് കുളിച്ച് അപ്പൂപ്പൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരും മോൻ. അത് കഴിയുമ്പോഴത്തേക്ക് അത്തപ്പൂക്കളമെല്ലാം ഒരുക്കും. അത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ ഒരുക്കി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അതൊക്കെയാണ്. ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമുള്ള, കൂടെ അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് പ്രിയങ്ക എന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അറിയില്ല. ആണോ? ഇന്ന് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ് കേട്ടോ. അറിയില്ല. എനിക്ക് അഭിനയിക്കാൻ എത്ര സിനിമ ചെയ്താലും അയ്യോ ഇനിയും സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് ലാലേട്ടൻ. അഭിനയത്തിനോടും കഥാപാത്രത്തിനോടുമുള്ള എന്റെ അവസാന ശ്വാസം വരെ അത് തീരില്ല. വിലാപങ്ങൾക്കപ്പുറം അതിനകത്ത് ക്യാരക്ടറിന്റെ പേരെന്താ ഓർമ്മയുണ്ടോ? സാഹിറ. അത് മറന്ന അടി കിട്ടില്ല. അതെ, സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന കള്ളത്തരം പറഞ്ഞിട്ട് ആ കഥാപാത്രം പോവാതിരിക്കാൻ വേണ്ടിട്ട് കമന്റ് ചെയ്തിട്ട് അവസാനം രഞ്ജിത്തോട്ടൻ്റെ കൂടെ എത്ര പടം ചെയ്താലും മടുക്കൂല. എനിക്ക് അതുപോലുള്ള ഒരു സെറ്റാണ് ലാൽജോ സാറിന്റെ. എനിക്ക് എത്ര സിനിമ ലാൽജോ സാറിന്റെ കൂടെ ചെയ്താലും എനിക്ക് മതിയാവില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് മാക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാട ദിനമാണ്. ഈ ഉത്രാട ദിന സ്പെഷ്യൽ ആയിക്കൊണ്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം പ്രിയങ്ക നായരാണ്. പ്രിയങ്കയുടെ കൂടെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണവിശേഷങ്ങളും കാര്യങ്ങളും കുറച്ച് സെഗ്മെന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു ഓണവിശേഷ സ്പെഷ്യൽ എപ്പിസോഡ് പ്രിയങ്കയുടെ ഒപ്പം നമുക്ക് നോക്കാം. പ്രിയങ്ക, എന്തായി? ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമസ്കാരം. ഓക്കെ, അപ്പൊ നമുക്കിനി ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവാം. ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് തയ്യാറെടുപ്പ്. അതാണ് സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, ഈ കഥാപാത്രത്തിന് വേണ്ടി നിങ്ങളെടുത്ത, അതായത് പ്രിയങ്ക എടുത്ത തയ്യാറെടുപ്പ് എന്താണ് എന്ന് പറയണം. ഫസ്റ്റ്, വെയിലില് തങ്കം. തങ്കത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് അങ്ങ് പോയി നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഒന്നുമില്ല, അങ്ങനത്തെ ഒരു തയ്യാറെടുപ്പ് ഒന്നുമില്ല. ഭാഷ അറിയില്ല, അതായത് തമിഴ് അറിയില്ല, ആകെ അറിയുന്നത് ഇംഗ്ലീഷ് മലയാളം മാത്രമാണ്. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് തമിഴ് ഭാഷ, അവിടെ എന്നോട് അവർ തമിഴ് പറയാൻ തുടങ്ങി. അപ്പോൾ ആ ഭാഷ പഠിച്ചു. അതിന് വേണ്ടിയിട്ട് ലൊക്കേഷനിൽ ചെന്നതിന് ശേഷമാണ് ആ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡയറക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച്. പിന്നെയുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു. പിന്നെ അതിനുശേഷം ഡയലോഗ്സ് എല്ലാം തന്നെ അന്ന് വാക്ക്മാൻ ഉണ്ട്. അപ്പൊ എന്നിട്ട് അത് ഡയറക്ടറെ കൊണ്ട് തന്നെ ഫുള്ള് അത് അവരൊരു പ്രത്യേക സ്ലാങ് ആണല്ലേ, അപ്പൊ ആ രീതിയിലേക്ക് ആ മോഡ്യുലേഷനിൽ കറക്റ്റ് അത് പറയിപ്പിച്ച് എന്നിട്ട് ഞാൻ ഫുള്ള് ഇംഗ്ലീഷിൽ എഴുതി. എന്നിട്ട് എഴുതി വെച്ചിട്ട് അത് പഠിക്കാം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഇത് തന്നെയാണ് ഓൺ ചെയ്ത് വെച്ച് കേട്ടോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഡയലോഗ്സ് എനിക്ക് ഒന്നും തെറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ നിർബന്ധമായിരുന്നു. ഡയലോഗ്സ് തെറ്റിയിട്ട് റീടേക്ക് പോകരുത്, നമ്മളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. വേറെ തമിഴിലെ എല്ലാ മൂവിയിലും പ്രിയങ്ക തന്നെയാണോ ഡബ് ചെയ്തിരിക്കുന്നത്? അല്ല, ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള ലൈവ് ടെലികാസ്റ്റിലാണ് ആദ്യമായിട്ട് വെങ്കിട്ട് പ്രഭു അദ്ദേഹം ഡയറക്ട് ചെയ്തത്. അതാണ് ഞാൻ ആദ്യമായിട്ട് തമിഴിൽ ഡബ് ചെയ്തത്. പിന്നെ അതിനുശേഷമുള്ളൊക്കെ എല്ലാം ചെയ്തു. അതാണ് മലയാളം എല്ലാം ഞാൻ തന്നെ. ഒരു സിനിമ ഓർമ്മ മാത്രം എന്ന് പറയുന്ന സിനിമ സമയത്ത് ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊഴിച്ച് ബാക്കി എല്ലാ സിനിമയും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇവിടെ സ്വർഗമാണല്ലേ ബെറ്റ്സി. ബെറ്റ്സിക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പ് വേണ്ടി വരാതിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. റോഷൻ ചേട്ടനായിരുന്നു. അപ്പൊ അതും ഇതുപോലെ തന്നെ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഒരു റിപ്പോർട്ടറാണ് ഞാൻ. മീഡിയ എന്ന് വന്ന ഒരാളാണ് ഞാൻ. സിനിമയിൽ വരുന്നതിന് മുമ്പേ അറിയാലോ, നമ്മളൊക്കെ ഒരേ കാലഘട്ടത്തിലുണ്ട്. അപ്പൊ എല്ലായിടത്തും ആ ഒരു റിപ്പോർട്ടർ. ഞാൻ ആങ്കറായിരുന്നു ഒരുപാട് ചാനലില്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് പരിചയമില്ലാത്ത ക്യാരക്ടർ അല്ല അത് ഞാൻ കണ്ടിട്ടുള്ള എന്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. അതെനിക്ക് വളരെ എളുപ്പമായിട്ട്
എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല സിനിമയിൽ അഭിനയിക്കണമെന്നോ ഒരു അങ്ങനത്തെ ഒരു ഭ്രമമോ ഒന്നും ഉണ്ടാവാതിരുന്ന ഒരാളാണ്? ഉള്ളിൽ ഇഷ്ടമുണ്ട് സിനിമ, എല്ലാരെയും പോലെ തന്നെ ഭ്രമവും ഇഷ്ടമൊക്കെ ഉണ്ട്. എന്റെ ഫാമിലിയിൽ ആരും സിനിമാക്കാരില്ല. ഇനി സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ സമ്മതിക്കുമെന്നുള്ള ഒരു ഉറപ്പും ഇല്ല. ഞാൻ എന്ത് കണ്ടിട്ട് അങ്ങനെ ആഗ്രഹിക്കുക. എന്റെ ചിന്തകളും എന്റെ പ്ലാൻസും ഒക്കെ വേറെ ആയിരുന്നു, വീട്ടുകാരുടെയും പ്ലാൻസ് വേറെ ആയിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ മിനി സ്ക്രീനിലേക്ക് വരുന്നു. മിനി സ്ക്രീനിൽ കുറെ പ്രോജക്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ്. അപ്പൊ അത് എനിക്കറിയാം കൂടിപ്പോയ ഒരു 1-2 വർഷത്തിൽ ഇത് കൂട്ടിക്കെട്ടും. അത് മാത്രമല്ല, അത് വീട്ടിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ പരിപാടികൾ ഈ പറഞ്ഞ പോലെ ആ സമയത്താണ് ഈ ബാക്കിയുള്ള എല്ലാ പരിപാടികളിലും ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് പഠിത്തം തദൈവ എന്നുള്ളൊരു കാര്യം വീട്ടുകാർക്കും പേടിയുണ്ടായിരുന്നു. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അഴപ്പൻ സാർ വെയിലിലേക്ക് വിളിക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് മൊത്തം മാറിയത്. പിന്നെ ഞാൻ വീട്ടുകാരെ പറഞ്ഞു, കൺവിൻസ് ചെയ്തു. അപ്പൊ എനിക്ക് അതിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എവിടെയോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആരോടും പറഞ്ഞില്ലെങ്കിലും ഉണ്ടല്ലോ, സൈലന്റ് ആയിട്ടല്ല ആഗ്രഹം ഭയങ്കര ശക്തമാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണം. പിന്നീടാണ് ആദ്യമൊന്നും ഞാനത് തിരിച്ചറിഞ്ഞില്ല. പിന്നീട് ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പോഴൊക്കെ ഞാനിങ്ങനെ അഭിനയിക്കുന്നതും ആ പ്രായത്തിൽ എല്ലാ കുട്ടികളും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കൊക്കെ വീട്ടുകാരിങ്ങനെ ഒളിച്ച് മൊത്തം ഇരുന്നിട്ട് രാത്രി മൊത്തം സിനിമ കാണും. ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഫിലിം അവിടെ IFF മാർവാനീസ് കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് IFFKയുടെ ഹോസ്റ്റായിട്ട് പോയിട്ട് അവിടെ പഠിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നിലത്തെങ്കിലും ഇരുന്നിട്ട് സിനിമ കണ്ടോട്ടെ അത്രയും നേരം എന്നുള്ള. അപ്പൊ സിനിമയോടുള്ള അടങ്ങാത്തൊരു ഭയങ്കര ആഗ്രഹം എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അന്നത് മനസ്സിലാവില്ല. പക്ഷെ പിന്നെ ഞാനിരുന്ന് ചിന്തിക്കുമ്പോ അതെ ശരിയാണ്. അപ്പൊ എന്നാലും വന്ന വഴി ഇന്നിപ്പോ നല്ലൊരു ഓഫർ എന്തെങ്കിലും സീരിയലിൽ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യാൻ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ? അല്ല, വരൂല എന്നുള്ളതല്ല, എല്ലാം നമ്മൾ ചെയ്യുന്നതിന്റെ. അപ്പൂസിനൊരു ആങ്കറിനെ നോക്കിക്കൊണ്ടിരിക്കുക, വരുമോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയണം. മൈൽ സ്റ്റോണിന് വേണ്ടിട്ട് മുഖമാവാൻ പ്രിയങ്ക റെഡിയാണെന്ന് അപ്പൂസ് കേട്ടല്ലോ. സമയമാണ് പ്രശ്നം. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. വെളിപാടിന്റെ പുസ്തകം, അതിനകത്തെ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ? ഞാൻ വെളിപാടിന്റെ പുസ്തകം എന്ന് പറഞ്ഞപ്പോ ഇവിടെ സ്വർഗത്തിൽ നിൽക്കാണ്. ഓക്കെ, അതിന്റെ ക്യാരക്ടറിന് വേണ്ടിട്ട് അതിന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടും അങ്ങനത്തെ ശരിക്കും അതും പ്രിപ്പറേഷൻ വേണ്ടിയിരുന്ന ഒരു ക്യാരക്ടർ അല്ല. അത് ഈ പറഞ്ഞ പോലെ എന്റെ മുഖം ഇങ്ങനെ വെച്ചാലുള്ള ഒരു ഇതാണ്. അതായത് ഒന്നും കൂടെ വെച്ച് ഇതാണ് ആ ഒരു അവസ്ഥ. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ ഈ ആ കണ്ണിലൊരു ദൈന്യത ഉണ്ടല്ലോ, ദൈന്യത ദാരിദ്ര്യം ഒക്കെ തോന്നുന്ന സങ്കടപുത്രിയാണല്ലോ. അപ്പൊ അതുള്ള ഒരു പിന്നെ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കല്ലേ. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല, ആ ക്യാരക്ടർ കാണുമ്പോഴത്തേക്ക് വളരെ ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് അത്രയും എളുപ്പമല്ല ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. അത്ര എളുപ്പമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അത് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിത്തിരി ഭയങ്കര നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ കുറച്ചൊരു സ്ട്രെയിനിലൂടെ പോയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജയന്തി എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ലാൽജോ സാറും ബെനിച്ചേട്ടനും ആ ഒരു ക്യാരക്ടറിലേക്ക് എന്നെ വിളിക്കുമ്പോഴത്തേക്കും അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് 12th മാൻ. അതില് ആനി. 12th മാൻ ജിത്തേട്ടന്റെ പടം. ആനിക്ക് വേണ്ടിയിട്ട് ഞാൻ അതുവരെ ചെയ്യാത്ത ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് സ്ക്രിപ്റ്റ് വായിക്കുക, പിന്നെ ഇത് എന്നോട് ചോദിക്കുന്ന ക്യാരക്ടേഴ്സ് ഇപ്പൊ ചോദിക്കുന്ന ഒന്നും അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുള്ളതല്ല. ഓക്കെ, അപ്പൊ ഓക്കെ, ശരി. അങ്ങനെയാണ് ഞാൻ വേറൊന്ന് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് ചോദിക്കാം. ഇത് ലാലേട്ടന്റെ കൂടെ ഇപ്പൊ 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോ പൊതുവെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമുള്ള, കൂടെ അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് പ്രിയങ്ക എന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അറിയില്ല. ആണോ? ഇന്ന് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കേട്ടിട്ടേ ഇല്ല, പ്രിയങ്ക അറിഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, ഒരു സമയത്ത് എപ്പോഴും ഒരുപാട് നമ്മൾ ആ സ്ക്രീനിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ എത്ര സിനിമ ചെയ്താലും അയ്യോ ഇനിയും സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് ലാലേട്ടൻ. എത്ര സിനിമ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്താലും നമുക്കൊരിക്കലും, എനിക്കത് മാത്രമല്ല ലാലേട്ടന്റെ കൂടെ എനിക്ക് അത്രയും തൃപ്തി വരുന്ന രീതിയിൽ അത്രയും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ എനിക്ക് ഇതുവരെ വന്നില്ല. അത് ബെറ്റ്സി വർഗീസ് ആണെങ്കിലും, അത് ഇവൻ ജയന്തി ആണെങ്കിലും, അതിപ്പോ ഞാൻ ചെയ്ത റാം ആണെങ്കിലും, 12th മാൻ ആണെങ്കിലും ഒക്കെ. 12th മാനിലൊക്കെ നല്ല റോളായിരുന്നു. പക്ഷെ അതല്ല, എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഒത്തിരിയും കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന, എന്നെ
ഒരിക്കലും നമുക്കൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൃപ്തി വരില്ല. എങ്കിലും ഈ കുറച്ചുകൂടെ നല്ല ക്യാരക്ടർ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ റിലീസ് ആവാൻ പോകുന്ന ഒരു മൂവിയാണ് ലാലേട്ടന്റെ കൂടെ തന്നെയുള്ള റാം എന്ന് പറയുന്നത്. അതിനകത്തെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. അത് ഇന്ദ്രേട്ടന്റെ വൈഫായിട്ടുള്ള കഥാപാത്രമാണ്. അത് സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. ഞാൻ അതേ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അതേ ടീമിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അതാണ് റാമിന്റെ ഭാഗമായത്. അതുകൊണ്ടാണ്. ഓക്കെ, ശരി. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ആഗ്രഹം ഇങ്ങനെ നിൽക്കാണ് ത്രൂ ഔട്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതൊരിക്കലും സിനിമയോടും എനിക്ക് അഭിനയത്തിനോടും കഥാപാത്രത്തിനോടുള്ള ആഗ്രഹം എന്റെ അവസാന ശ്വാസം വരെ അത് തീരില്ല. അടുത്തത് വിലാപങ്ങൾക്കപ്പുറം. അതിനകത്ത് ക്യാരക്ടറിന്റെ പേരെന്താ ഓർമ്മയുണ്ടോ? സാഹിറ. ഓക്കെ, അത് മറന്നാ അടി കിട്ടില്ലേ? അതൊരിക്കലും മറക്കില്ല. സാഹിറ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻ. തീർച്ചയായിട്ടും അത് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല, സൈക്കിൾ ഓടിച്ച് പഠിച്ചു. അതൊക്കെ ആ കഥയൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാടടുത്ത്. സൈക്കിൾ ഓടിക്കാൻ അറിയാന്ന് കള്ളത്തരം പറഞ്ഞിട്ട് ആ കഥാപാത്രം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്തിട്ട് അവസാനം അവിടെ ഞാൻ കോഴിക്കോട് ചെന്നപ്പോ അപ്പൊ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞ്. ഞാൻ ആദ്യം ചോദിക്കുമ്പോഴത്തേ അഹമ്മദാബാദ് ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ബ്രേക്ക് കിട്ടുമ്പോ പോയി പഠിക്കാം, പെട്ടെന്നാ ചെല്ലുന്നേ. അപ്പൊ എന്നിട്ട് അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാറ് പറഞ്ഞു അടുത്ത ഷോട്ട് സൈക്കിൾ ഓടിക്കണം. പണ്ടെങ്ങാണ്ട് ഓടിച്ച. അപ്പൊ അതും നല്ല രീതിയിലൊന്നും ഓടിക്കാൻ അറിയത്തില്ല. അവസാനം പിന്നെ സാറിന്റെ അടുത്ത് ഒന്ന് സറണ്ടർ, സാർ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ. സാർ എന്നെ ചീത്ത പറഞ്ഞു. ഇല്ലില്ല, ഞാൻ അടുത്ത ഷോട്ട് എടുക്കുമ്പോഴത്തേക്കും ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമെന്ന് പറഞ്ഞു. അത് നമുക്ക് അതിനോടുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹമാണ്. അപ്പൊ എനിക്ക് ആർട്ട് ഡയറക്ടർ ഒരു സൈക്കിൾ കൊണ്ടു തന്നു. ഞാനിങ്ങനെ ഒരു ഇറക്കത്തിൽ വെച്ചിട്ട് ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വേണ്ട, ഒറ്റയ്ക്ക് ഓടിച്ച് പഠിച്ചോളൂ. അപ്പൊ അത് ചെയ്യണം, അത് ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്, മിസ്സാവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. അത് ഒഴിച്ച് പഠിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഷോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 3-4 ദിവസം ബ്രേക്ക് കിട്ടി. വീട്ടിൽ പോയി ചെന്ന പാടെ സൈക്കിൾ മേടിച്ചു, ഒറ്റയ്ക്ക് തന്നെ ഓടിച്ചു പഠിച്ചു. അഹമ്മദാബാദിൽ ആ മെയിൻ സ്ട്രീറ്റിലൂടെ ഷോട്ട്. സിനിമ തുടങ്ങുന്ന തന്നെ അതാണ്, അനിയത്തിയായിട്ട് ഓടിച്ചു. ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അത് മാത്രമല്ല കേട്ടോ, സൈക്കിള് മാത്രമല്ല, അത് മെന്റലി ഉള്ളൊരു പ്രിപ്പറേഷൻ ഞാൻ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള സിനിമകളിൽ ഒന്നായിരുന്നു അത്. എന്നെ സാഹിറ എന്ന് പറയുന്ന കഥാപാത്രവും ആ സിനിമയും ചെയ്തു കഴിഞ്ഞിട്ട് ഒരുപാട് നാളെടുത്തു ഞാൻ അതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട്. ഒരു വല്ലാത്തൊരു നമുക്കൊരു ട്രോമ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അതിൽ നിന്ന് ഞാൻ വരാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയമെടുത്ത സിനിമകളിലൊന്നായിരുന്നു. തങ്കം അതുപോലെയായിരുന്നു. തങ്കം എന്ന് പറഞ്ഞ വെയിലെ കഥാപാത്രം. അത് മാത്രമല്ല, അതിനകത്തുള്ള ഇങ്ങനെ കഴുത്തറുത്ത് മരിക്കുന്നതാണെങ്കിൽ അതൊരു വല്ലാത്ത കഥാപാത്രമാണ്. അതും എനിക്ക് കുറെ ടൈം എടുത്തിട്ടാണ് അതിൽ നിന്ന് വന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ 5 സിനിമകളല്ലാതെ ടൈം എടുത്ത് ശരിക്കും ഭൂമി മലയാളം അത്ലറ്റ് ആയിരുന്നു. ആനി ജോസഫ് എന്ന് പറയുന്ന അത്ലറ്റ് ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ പിന്നെ ലോങ് ജമ്പ് പോയിട്ട് LNCP ട്രിവാൻഡ്രം LNCP പോയിട്ട് അവിടെ കോച്ച് ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി സിനിമ. അതാ ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമ അതങ്ങനെ അതിന്റെ ഒരു പ്രിപ്പറേഷൻ അങ്ങനെ ചെയ്യാണ്. അപ്പൊ അതൊക്കെ ചിലപ്പോ നമ്മള് അതിന്റെ രൂപമാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ ശരീരം ഒന്ന് കൂട്ടാം, ശരീരം ഒന്ന് കുറയ്ക്കാം. അപ്പൊ നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ ഇപ്പൊ ചില ഡാൻസ് ആണെങ്കിലും നമ്മളത് പഠിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫൈറ്റ് ആണെങ്കിലും നമ്മൾ പഠിക്കും. അപ്പൊ അതെന്താണോ ഒരു സിനിമ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത്, നമ്മൾ ആ ക്യാരക്ടറും സിനിമയും നമ്മൾ ആ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടൈം എപ്പോഴും ഞാൻ ഒതുക്കി വെക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന. പിന്നെ അതിനപ്പുറത്തേക്ക് എനിക്ക് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, കഥ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നാളെ വന്നിട്ട് അഭിനയിക്കാം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല. അപ്പോൾ ഞാനെപ്പോഴും അവരുമായിട്ടുള്ളൊരു നിരന്തരമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്താണ് ആ കഥാപാത്രം, എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം, എന്താണ്, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഇമോഷൻസ് ഏത് രീതിയിലായിരിക്കും അവർ ബാലൻസ് ചെയ്യുക. അത് ഇങ്ങനത്തെ പല ചിന്തകൾ ഇങ്ങനെ കടന്നു പോകും. ഈ ദിവസങ്ങളോളം ഈ കഥാപാത്രം ഇങ്ങനെ പോകും. സ്ക്രിപ്റ്റ് പലപ്പോഴും വായിക്കും, ഡൗട്ട്സ്. അപ്പോൾ അവരുടെ മനസ്സിൽ അവരുദ്ദേശിച്ചേക്കുന്ന അതേ കഥാപാത്രം തന്നെയായിരിക്കും. അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇത്ര മാസത്തെ തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ ടേക്ക് 1 ഫസ്റ്റ് ടേക്ക് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അറിഞ്ഞു അറിയാതെ ആ കഥാപാത്രമായിട്ടുണ്ടല്ലോ രമ്യ. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും ഈ കഥാപാത്രമെല്ലാം നമ്മൾ വായിച്ച് നമ്മൾ മെന്റലി
ഒന്നും പ്രിപ്പയർ ചെയ്യല്ല, അതിലേക്ക് അറിഞ്ഞോ അറിയാതെ അതിലേക്ക് അങ്ങ് എത്തുകയാണ്, ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടുള്ള എങ്ങനെ ആയിരുന്നു അവര് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ രൂപപ്പെട്ട് വന്നത് എന്നുള്ളൊരു വലിയ ഡിസ്കഷൻ. അത് ചിലപ്പോൾ സിനിമയിൽ കാണിക്കണുണ്ടാവില്ല, സിനിമയിൽ നമ്മൾ കാണിക്കില്ല, പക്ഷെ എവിടെ നിന്നാണ് അത്, ഏത് സാഹചര്യത്തിൽ നിന്നാണ് വളർന്നു വന്നത് എന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിൽ ആ ക്യാരക്ടർ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ മാറി കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ക്യാരക്ടറിനനുസരിച്ചുള്ള മേക്കപ്പ്, കോസ്റ്റ്യൂം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ അറിയാതെ അതിലേക്ക് അങ്ങ് മാറാറുണ്ട്. പിന്നെ അവിടെ ക്യാമറ, ആദ്യത്തെ ഒരു ദിവസം എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു ദിവസമാണ്. എനിക്ക് അതിലേക്ക് ഇങ്ങനെ എന്താ പറയാ, അതിലേക്ക് കറക്റ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ അല്ല, അതിലേക്ക് അങ്ങ് തെന്നി വീഴുക എന്നുള്ളതാണ്. ആ ക്യാരക്ടറിലേക്ക് ഒരു തിൻ ലെയർ ആണ്, അതിലേക്ക് അങ്ങ് ആ തെന്നി വീഴാൻ എടുക്കുന്ന ഒരു ടൈം. ചിലപ്പോൾ ഒരു സീനിൽ തന്നെ നമ്മൾ അതങ്ങ് പെട്ടെന്നങ്ങാവും, ചിലപ്പോൾ ഒരു ഡേ എടുക്കും. അപ്പൊ ഇപ്പോഴും എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്താലും എനിക്ക് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു രാത്രി ഒരു സ്ട്രെസ് ഉള്ള ഒരു ദിവസമാണ്. അപ്പൊ എന്റെ ഡയറക്ടറും റൈറ്ററും ഇല്ല, എന്റെ ക്യാരക്ടർ ഇതാണെന്ന് അവര് പറഞ്ഞ് എന്റെ മനസ്സിലും തോന്നണം, ഓക്കെ ഞാൻ കറക്റ്റ് ആയി അവര് പറയണത് പോലെ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനോട് നീതി പുലർത്തുന്ന രീതിയിലും ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് വരെ എന്റെ സ്ട്രെസ് അതുണ്ട്. അപ്പൊ അതുവരെ ആ പ്രിപ്പറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേ. ഇപ്പൊ ഞാൻ വേറെ ചോദിക്കട്ടെ, നിങ്ങളെ ഇപ്പം പ്രിയങ്ക ഉൾപ്പെടെ ചില ആക്ടേഴ്സ് ഒക്കെ കാണുന്നതാണ് ക്യാമിയോ ആയിട്ട് ചില സിനിമയിൽ വന്നിട്ട് ത്രൂ ഔട്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ വന്നിട്ട് ഇതേപോലെ അവരൊരു ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നിട്ട് പോകും. പക്ഷെ അങ്ങനെ ആ ചെയ്യുന്നത് ആ ക്യാരക്ടർ വന്നു പോണത് ചിലപ്പോൾ ഒരൊറ്റ സീനിലായിരിക്കാം, ചില ഭയങ്കര പവർഫുൾ ആയിരിക്കും അല്ലേ? എന്ന് പറയുന്ന സിനിമ ഞാൻ അങ്ങനെ ചെയ്ത ആണല്ലേ? ഓക്കെ. ലളിതാന്റിയുടെ ചെറുപ്പം അന്നമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഹോം കണ്ടതല്ലേ? ഞാൻ കണ്ടതാണ്. അതെ, പക്ഷെ അതിൽ കുറച്ചും കൂടെ സീൻസ് ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ സീൻസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണെങ്കിലും ഇപ്പൊ വേറെ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്തും ഗസ്റ്റ് അപ്പിയറൻസിലേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ആണെങ്കിലും ചിലത് നമ്മള് കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ ആയിക്കോട്ടെ, കൂടെ പോകുന്ന ആ ആക്ടേഴ്സ് ആയിക്കോട്ടെ, അവരുമായിട്ട് ചിലത് നമുക്ക് നോ പറയാൻ പറ്റില്ല, അവരുമായിട്ടുള്ള ബന്ധം കൊണ്ട് ആ ക്യാരക്ടർ ഒരു പക്ഷേ നമ്മൾ ഓരോ സിനിമയും ചൂസ് ചെയ്യുന്നത് ഓരോ ക്രൈറ്റീരിയ ആണ്. അപ്പൊ ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്നില്ല, അതില് ഞാൻ കൺവിൻസ്ഡ് ആവാന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ ഒരു സിനിമ ഓക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ കൺവിൻസ്ഡ് ആയാൽ ഞാൻ ചെയ്യും. ചില സിനിമകൾ ചിലപ്പോൾ പുതിയ ടീമായിരിക്കും, എനിക്കത് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും. ചിലത് എനിക്ക് മറ്റുള്ള ഒരാൾ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആവില്ല, അപ്പൊ എനിക്ക് അതിന്റെ ഭാഗമാവാൻ പറ്റണമെന്നില്ല. പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ ഓക്കെ ഇത് ചെയ്യാമെന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഞാനൊരു ചിത്രത്തിന്റെ ഭാഗമാവും. ഇനി പ്രിയങ്കയുടെ കരിയറിൽ തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പം ഏതെങ്കിലും ഒരു കഥാപാത്രം ഇപ്പൊ ലൈഫിൽ തന്നെ വന്നു പോയി ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രം ചിലതൊക്കെ വല്ലാണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട്, അത് തന്നെ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ ചെയ്തിട്ടുണ്ടാവുമോ? ഞാൻ അങ്ങനെ കൊണ്ടുപോവാറില്ല. ഞാനതാ പറയുന്നത്, അവിടെ ഒരു എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുവരാറില്ല. എനിക്കറിയാം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഞാൻ ഇപ്പം അത് കുറച്ചുകൂടെ പഠിച്ചു. കുറച്ചുകൂടെ ചെറിയ പ്രായമായിരുന്നപ്പോഴത്തേക്ക് നമുക്കത് അറിയില്ല. ആ ഒരു ഇമോഷൻ നമ്മളിപ്പോൾ ആ സീനിനെ പറ്റിയിട്ട് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, അത് അഭിനയിച്ചതിന് ഇതില്ല, ഇത് അവിടെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനത് കട്ട് ചെയ്തിട്ട്, അല്ലാതെ നമ്മുടെ ക്യാരക്ടറിൽ ഒരു ചേഞ്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനെ വരാനായിട്ടുള്ള ഒരു അവസരം ഞാൻ കൊടുക്കാറില്ല. അത് കഴിയുമ്പോഴത്തേക്ക് അതിനെ കട്ട് ചെയ്ത് വിടും. ഓക്കെ, ശരി, അത് കട്ട് ചെയ്ത് വിടും. ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഭയങ്കര സെലക്റ്റീവാണ്, ഓക്കെ, അത് ഞാൻ സിനിമ നോക്കിയൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന്. പ്രിയങ്ക ഉൾപ്പെടെ പറഞ്ഞത് ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ സെലക്റ്റീവ് ആണ്, ഇപ്പം ഞാൻ അങ്ങനെ നോക്കി. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? അത് സെലക്റ്റീവ് എന്നുള്ളതല്ല, ഇപ്പോൾ എപ്പോഴും ഒത്തിരി സിനിമകൾ ചെയ്യുക, ഒത്തിരി നല്ല സിനിമകൾ ചെയ്യുക, ഒത്തിരി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള റോൾസ് ചെയ്യുക എന്നുള്ളതാണ്. അത്രയും സിനിമകൾ നമ്മളിലേക്ക് വരണം അല്ലേ? അപ്പം നമ്മളിലേക്ക് വരുന്നതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തൃപ്തി തരുന്ന സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. അതിപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ സ്പേസ് ആവണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ടീമിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ടീം ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ളതാകുമ്പോഴത്തേക്ക് നമ്മളുടെ ആഗ്രഹമായിരിക്കും അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമാവും. അങ്ങനെയാണ്. ഓക്കെ, ശരി. ഇനിയിപ്പം ചില ആൾക്കാർ പറയും ഞാൻ ബോൺ ആക്ടറാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതാണ്. ചിലർ പറയും അല്ല ഞാൻ ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്നുള്ള രീതിയിൽ. പ്രിയങ്കൻ ഇതിൽ ഏതിലേക്കായിരിക്കും കൂടുതലും ആപ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും? ഞാൻ ബോൺ ആക്ടറൊന്നും അല്ല. ഡയറക്ടർ എന്തു പറഞ്ഞു തരുമോ അതിനനുസരിച്ച് ചെയ്യുന്ന എനിക്ക് അറിയില്ല രമ്യ. ക്യാമറയുടെ മുന്നിൽ അവിടെ ഞാൻ പറഞ്ഞില്ല, ആ ക്യാരക്ടറായിട്ട് വന്ന് നിൽക്കുമ്പോൾ എനിക്കത് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും ആ ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. എനിക്കത് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അവിടെ
എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, പ്രിയങ്ക ഇത് എങ്ങനെയായിരിക്കും, എന്തു തരത്തിലായിരിക്കും അതിനെ പിന്നെ എന്താ പറയുക എക്സ്പ്രഷൻസ്, ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഉണ്ടായി, എങ്ങനെയായിരിക്കും പ്രിയങ്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കാണിക്കും. എനിക്ക് അറിഞ്ഞൂടാ, എനിക്കറിയില്ല, സീരിയസ്ലി എനിക്കറിയില്ല. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആ ഒരു സിനിമയുടെ അത്രയും ആ സീനിന്റെ മൂഡ് നമ്മളത് പറഞ്ഞു വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കാണുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ആ ക്യാരക്ടറായിട്ട് ക്യാമറയുടെ മുന്നിൽ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ ക്യാരക്ടറാണ്, അവിടെ പ്രിയങ്ക ഇല്ല. ആ ഒരു ക്യാരക്ടറിന്റെ മാനസികാവസ്ഥയാണുള്ളത്. അവിടെ അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് വരുമ്പോൾ ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇതുവരെ കൃത്യമായിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല. പലപ്പോഴും അത് കാണുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇങ്ങനെയാണ് ബെറ്ററായിട്ട് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പം ഞാൻ പറയും, ഞാൻ ഉള്ളിൽ എവിടെയോ ഉണ്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വേറെ ചെയ്യാൻ പറ്റുമായിരിക്കും, ആ ഒരു ഫീലുണ്ട്, ഒക്കെ ചെയ്യാമെന്ന് പറയാണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നൽ എവിടെയെങ്കിലും ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആവാറുമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെങ്കട് പ്രഭുവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസും അത് ഭയങ്കര അടിപൊളിയാണ്. അത് നമ്മളുടെ ഒരു എല്ലാവരും കേട്ടോ, അത് ആ ഒരു ടീം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്താൽ മടുക്കൂല. അയ്യോ ഇനി എപ്പോഴാ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നും. അത്രയും നല്ല സൗഹൃദമുള്ള, നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യണ പോലെ തോന്നുന്നു. അത്രയും നല്ല ഫ്രണ്ട്ലി ആണ് അല്ലേ? അത്രയും ഫ്രണ്ട്ലിയാണ്, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു സൗഹൃദമുണ്ട്, ആ ഒരു പരസ്പര ബഹുമാനമുണ്ട്, ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, അതേപോലെ തന്നെയല്ലേ അപ്പൊ ഇപ്പൊ അത് പറഞ്ഞു കേട്ടപ്പം ജിത്തു ചേട്ടനെ കുറിച്ചും എല്ലാവരും അല്ലേ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ജിത്തോട്ടന്റെ കൂടെ എത്ര പടം ചെയ്താലും മടുക്കൂല. എനിക്ക് അതുപോലുള്ള ഒരു സെറ്റാണ് ലാൽജോ സാറിന്റെ. എനിക്ക് എത്ര സിനിമ ലാൽജോ സാറിന്റെ കൂടെ ചെയ്താലും എനിക്ക് മതിയാവില്ല, വിഷമാണ്. ലാൽജോ സാറിന്റെ ആ സെറ്റിൽ നിന്ന് എനിക്ക് ആ സിനിമ കഴിഞ്ഞിട്ട് വരുമ്പോ ലാൽജോ സാറിന്റെ മുല്ല എന്ന് പറയുന്ന സിനിമയാണ് ആദ്യം എന്നെ വിളിക്കണത്. അപ്പൊ അത് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ലാൽജോ സാർ തന്നെ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ അതുകൊണ്ടൊക്കെ വോട്ട് ചെയ്തത്. അപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യണത്. അപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും പറയാം, അയ്യോ പെട്ടെന്ന് തീർന്നു, ഇനി എപ്പോഴാ വർക്ക് ചെയ്യാൻ പറ്റണേ. അപ്പൊ അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിനിമാ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് മുകുന്ദന്റെ മോന്റെ വിശേഷങ്ങളിലേക്ക് എത്താം. നാളെ തിരുവോണമാണ്. ഇപ്പോ ഈ ഒരു തിരുവോണം, അതായത് ഓണമേളം ഇപ്പൊ 2024 എങ്ങനെയാണ് മുകുന്ദിന്റെ കൂടെ ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള എന്താണ് പ്ലാൻ? അല്ല, എല്ലാ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ എണീറ്റ് കുളിച്ച് അപ്പൂപ്പൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരും മോൻ. അത് കഴിയുമ്പോഴത്തേക്ക് അത്തപ്പൂക്കളം എല്ലാം ഒരുക്കും. അത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ ഒരുക്കി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, അതൊക്കെയാണ്. ഒന്നുമില്ല, വീട്ടിലാണെങ്കിൽ എപ്പോഴും വീട്ടിൽ ആ ഒരു ബഹളം. ഇപ്പോൾ സിസ്റ്റർ ഉണ്ടാവും, സിസ്റ്ററിന് ഇപ്പോൾ സിസ്റ്റർ ഫാമിലി ആയി, അവരുണ്ടാവും, പാരന്റ്സ് ഉണ്ടാവും, ഞാനും കുഞ്ഞും ഉണ്ടാവും. അപ്പൊ ആ ഒരു ബഹളത്തിൽ അതിങ്ങനെ ഒരു ദിവസം തിരുവനന്തപുരത്ത് ഇനി എങ്ങാനും ഞാൻ വരുന്നുണ്ടെങ്കിൽ ഓണത്തിന്റെ ദിവസം പ്രിയങ്കയുടെ വീട്ടിലേക്ക് വായോ. ഇത്രയും നല്ല അമ്മയുടെ വക ആ ഒരു ഫുൾ നല്ല ഓണത്തിന്റെ കംപ്ലീറ്റ് ആംബിയൻസ് അല്ല, ഞങ്ങളുടെ വീട്ടിലെ ഓണം അടിപൊളിയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ മുതൽ ഓണപ്പാട്ടുകളുണ്ടാവും, പിന്നെ പരിപാടികൾ, അവിടെ ടിവിയിലെ പരിപാടികൾ അങ്ങനെ നടക്കും. എന്നാലും ഞങ്ങളുടെ വീട്ടില് അടുക്കള സൈഡിൽ എൻ്റെ അമ്മ ഒരു റേഡിയോ വെച്ചിട്ടുണ്ട് എപ്പോഴും. അപ്പൊ അതിലിങ്ങനെ ഓണപ്പാട്ടുകൾ അതുവഴി ഓടും. അല്ലെങ്കിൽ അമ്മ ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിട്ട് വേറെ പാട്ടുകളൊക്കെ സ്പീക്കറിൽ പ്ലേ ചെയ്യും. പക്ഷെ അത് ഭയങ്കര അടിപൊളിയാണ്. അമ്മ ഹൗസ് വൈഫാണ്. അപ്പൊ അമ്മയ്ക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മയുടെ ഒരു ലൈഫിനെ കളർഫുൾ ആക്കണത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ന്യൂസ് കേൾക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ എപ്പോഴും കാണാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരത്തി എപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല ബോധമുള്ള ഒരാളാണ്. നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഇതെന്താ വെച്ചാൽ എപ്പോഴും ന്യൂസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി അപ്ഡേറ്റഡ് ആണ്. അങ്ങനെ അമ്മ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിരിക്കുന്ന പാട്ട് ഏതായിരിക്കും? അമ്മയുടെ ഫേവറേറ്റ് പാട്ട് ഏതാ? അമ്മയുടെ ഫേവറേറ്റ് പാട്ടൊന്നുമില്ല, ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാ അതിലൊരു പാട്ട് പ്രിയങ്ക പാടിക്കൊക്കെ വെക്കട്ടെ. തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഇനി അമ്മ പാട്ട് പ്ലേ ചെയ്യുമ്പോ പറഞ്ഞു, അമ്മ ഇനി പാട്ട് പ്ലേ ചെയ്യണ്ട, അമ്മയ്ക്കുള്ള പാട്ട് ഞാൻ പാടിത്തരാം. അമ്മ അങ്ങനെയായിരിക്കും പറയാൻ പോകുന്നുണ്ടാവുക അല്ലേ? ഈ ശബ്ദം അത്ര സുഖമുള്ള ശബ്ദം അല്ലാത്തതുകൊണ്ട് ഞാൻ പാടുമ്പോഴത്തേക്ക് പാടാതിരിക്കും, പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ തിരുവോണമാണ്.
അപ്പം മോൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ. ഷൂട്ടിന്റെ ടൈറ്റിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും എത്താൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഹാപ്പി ഓണം. അടുത്ത ഓണം 2025 മൈൽ സ്റ്റോണിന്റെ ചിങ്ങമാസം മുതൽ കൂടെ ഉണ്ടാവണം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടുത്ത ചിങ്ങമാസം മുതൽ ഇപ്പഴേ date എടുത്തിരിക്കുക. നിങ്ങൾ നേരെ വീട്ടിലോട്ട് വരൂ. നമുക്കവിടെ സദ്യയും പൂക്കളും ഒക്കെ ആയിട്ട് Home tour ആക്കും കേട്ടോ. അപ്പൂസേ, home tour. അടുത്ത പ്രാവശ്യം നേരെ വീട്ടിലേക്ക്. എനിക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ. മുങ്ങരുത്. ഞങ്ങൾ ഇപ്പഴേ ഡേറ്റ് ഇല്ല, എന്റെ വാക്കിന് വലിയ വിലയുള്ള ഒരാളാട്ടോ ഞാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോയോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ അവിടെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇപ്പൊ ഹോം ടൂർ ആക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങ് എത്തിയിട്ടുണ്ടാവും. ഇല വിളമ്പോൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഞങ്ങളുടെ തലയെണ്ണ എടുത്തോളാം. അടിപൊളി. ഓക്കെ, അപ്പോ എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. വീണ്ടും കാണാം. ഓക്കെ, Happy ഓണം. ഓക്കെ, ബൈ. Okay, bye-bye. താങ്ക് യു. Thank you.